എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബൊറൂട്ടോടെ കുട്ടിക്കാലമൊക്കെ കാണിക്കുകയാണ്. അവൻ ജനിച്ചതും നറൂട്ടോയും നെട്ടയും രണ്ടുപേരും ചേർന്ന് സ്നേഹപൂർവ്വം അവനെ വളർത്തിക്കൊണ്ട് വന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. കട്ട് ചെയ്താ ഇപ്പൊ നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയെ ഇതിലങ്ങനെ താങ്ങിയെടുത്ത് പൊട്ടിക്കരയാണ്. കാരണം നമ്മുടെ ബൊറൂട്ടോ അവൻ കൊല്ലപ്പെട്ടു. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അനക്കമില്ല. നറൂട്ടോയ്ക്ക് ആ ഒരു കാഴ്ച കണ്ട് സഹിക്കാനാവാതെ ബൊറൂട്ടോയുടെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ കവാക്കിക്കാണെങ്കിൽ യാതൊരു എക്സ്പ്രഷനും ഇല്ല. അവൻ അങ്ങനെ ടെററായിട്ട് ബൊറൂട്ടോയെ തന്നെ നോക്കി നിൽക്കും. മറ്റൊരു ഭാഗത്ത് ആ കോഡ് അവനാണെങ്കിൽ ഇപ്പോഴും ഷിക്കമരുവെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ചുന്ദരി പെണ്ണാണെങ്കിൽ കോഡിനെ കണക്ട് ചെയ്ത് അവനോട് പറയും, നിന്റെ പ്ലാൻ എല്ലാം തന്നെ തകർന്നിരിക്കുകയാണ്. ഇനി നിനക്ക് ഡൈവൻട്രിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ആരും തന്നെ ഇല്ല. നിനക്ക് സാക്രിഫൈസ് ചെയ്ത് ആ ടെൻടൈലിന് കൊടുക്കാനായി ആരും തന്നെ ബാക്കിയില്ല. കൊവാക്കി ഒരിക്കലും നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കൊവാക്കി എന്തെങ്കിലും ചെയ്താൽ നിനക്ക് നഷ്ടപ്പെടുക അത് നിന്റെ ജീവൻ തന്നെ ആയിരിക്കും എന്ന് പറയും. കോഡിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവിടെ കൊവാക്കി അവൻ കോഡിനെ ലക്ഷ്യമാക്കി അവന് നേരെ നടന്നടുക്കുകയാണ്. കോഡാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, കൊവാക്കി എന്റെ അടുത്തേക്ക് വന്ന ഞാൻ ഇവനെ കൊന്നുകളയും. അതിന് കോഡ് അവൻ യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ യാതൊരു സെന്റിമെന്റ്സും ഇല്ലാതെ തീർത്ത് പറയും, നീ ആരെ കൊന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഉടനെ കോഡാണെങ്കിൽ അവനോട് ചോദിക്കും, ഓ നിനക്കിപ്പോ ഈ കർമ്മ പവർ കിട്ടിയതുകൊണ്ട് ഇവിടെ ലൈഫിന് യാതൊരു വിലയും ഇല്ല അല്ലേ? കൊവാക്കി ആണെങ്കിൽ അതിനൊന്നും മറുപടി പറയാതെ മുൻപോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം വഷളാകുകയാണെന്ന് മനസ്സിലാക്കിയ കോഡ് അവനാണെങ്കിൽ ഷിക്കമരുവെ കൊവാക്കിക്ക് നേരെ തള്ളി വിടുകയാണ്. അതിനുശേഷം അവന്റെ ക്ലോസ് മാർക്ക് അതോടെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഞൊടിയിടയിൽ കൊവാക്കി അവൻ ആ ക്ലോ മാർക്ക് വളരെ മൈന്യൂട്ടാക്കി തീർക്കും. അതുവഴി ഇപ്പൊ കോഡിന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. കോഡിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വീണ്ടും വീണ്ടും ക്ലോൺ മാർക്സ് അത് ക്രിയേറ്റ് ചെയ്യാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതിന് കൊവാക്കി പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. കോഡ് 7ന് ഭീഷണിയായിട്ട് ആരെയും ഞാൻ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല. എന്റെ ബ്രദറിനെ കൊല്ലാൻ കഴിയുമെങ്കിൽ എനിക്ക് നിന്നെയും തീർച്ചയായിട്ടും ഇല്ലാതാക്കാൻ പറ്റും. ഞൊടിയിടയിൽ കോഡാണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അത് കണ്ട കൊവാക്കി ആണെങ്കിൽ റാഡൊക്കെ ഉപയോഗിച്ച് അവനെ അറിഞ്ഞ പുറഞ്ച് അറ്റാക്ക് ചെയ്ത് ടൈജിപ്സ് ഉപയോഗിച്ച് അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് ഷിക്കമരു ആണെങ്കിൽ നറൂട്ടോയുടെ അടുത്തേക്ക് ഓടിയെത്തും. നറൂട്ടോ ആണെങ്കിൽ നിർത്താതെ ബൊറൂട്ടോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. നറൂട്ടോയ്ക്കാണെങ്കിൽ ആ ഒരു ഷോക്കിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയില്ല. അതിന് ഷിക്കമരു അവനോട് പറയും, നീ ഒരു ഹൊക്കാഗെയാണ് ബൊറൂട്ടോ. അവൻ ഓൾറെഡി ചൂസ് ചെയ്തതാണ് ഈ ഒരു തീരുമാനം. നീ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. അവിടെ കൊവാക്കി അവൻ കോഡുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. കോഡ് എപ്പോഴും നമ്മുടെ ലീഫ് വില്ലേജിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സഹായം കൊവാക്കിക്ക് ആവശ്യമാണ്. നമ്മൾ കൂടെ ചേർന്ന് വേഗം ആ കോഡിനെ ഇല്ലാതാക്കണം എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ കോഡാണെങ്കിൽ ഇപ്പൊ കൊവാക്കിക്ക് ഈക്വൽ ആയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. കൊവാക്കി ആണെങ്കിൽ അവനെ പിടിച്ച് വലിച്ച് മടക്കി ലോക്ക് ചെയ്യും. ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് റാഡ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ഇപ്പോ നമ്മുടെ കൊവാക്കി അവൻ ദൂരേക്ക് തെറിച്ചു പോവാണ്. ഷിക്കമരു ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഇവിടെ ആ കോഡ് വില്ലൻ അവനാണെങ്കിൽ അവന്റെ ക്ലൗൺ മാർക്ക് ഉപയോഗിച്ച് ഇപ്പൊ ആ ചിന്ന പയ്യനെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ ആ ചിന്ന പയ്യന്റെ സഹായത്താൽ ഇപ്പോ കൊവാക്കിയുടെ പവറിനെ അങ്ങനെ റിവേഴ്സ് ചെയ്ത് അവന്റെ ബോഡിയിലേക്ക് തന്നെ അട്ടിപ്പിച്ചു. ആ ചുന്ദരി പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെടും, കോഡ് നീ എന്തായി ചെയ്യണേ? എന്റെ ബ്രദറിനെ ഉപയോഗിച്ച് നീ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പാടില്ല. എന്റെ പ്രിൻസ് ആണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് പറയും. അത് കേട്ട് കോഡാണെങ്കിൽ ആ ചിന്ന പയ്യനെ തിരികെ അയക്കും. അതിനുശേഷം അവളോട് പറയും, നിന്റെ പ്രിൻസിന് യാതൊരു കുഴപ്പവുമില്ല, അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഇപ്പൊ കൊവാക്കിയുടെ അടുത്തേക്ക് വരികയാണ്. കൊവാക്കി ഞാൻ നീയുമായിട്ട് ഏറ്റുമുട്ടാനുള്ള കേപ്പബിൾ ഉള്ള ആളല്ല, സോ അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കടന്നു പോവുകയാണ്. ഉടനെ ഷിക്കമരു ആണെങ്കിൽ അവന്റെ ഷാഡോ പവർ ഉപയോഗിച്ച് കോഡിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് കോഡാണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് അങ്ങനെ വെട്ടിത്തിരിഞ്ഞ് ഇപ്പൊ ഷിക്കമരുവിനോട് പറയും, അല്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ ലിമിറ്റർ അത് ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ആമഡോടെ അടുത്തേക്ക് വരും. ഞാനായിരിക്കും അവനെ എൻ്റെ കൈകൊണ്ട് കൊല്ലുക. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവൻ അവന്റെ ക്ലൗൺ മാർക്ക് ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. ഷിക്കമരു ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. എത്രയും വേഗം നമുക്ക് കൊവാക്കിയെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകണം. അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. നറൂട്ടോ പറയും, ശരിയാണ്, അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് വേണ്ടിയും പ്രധാനമായിട്ടും ലീഫ് വില്ലേജിന് വേണ്ടിയാണ് അവൻ ഇതൊക്കെ ചെയ്തത്. അവനെ ശിക്ഷിക്കാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാൻ ഒരിക്കലും അവനെ ശിക്ഷിക്കില്ല. ആ കർമ്മ പവറിനെ കൺട്രോൾ ചെയ്ത് അവൻ ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അത് സത്യത്തില് നമ്മളോടുള്ള നന്ദിയും കൂറും കൊണ്ടാണ്. മിക്കവരുവനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നീ എന്തായി പറയണേ? നിന്റെ മകൻ ബൊറൂട്ടോയെ കൊന്നവനാണ് അവൻ എന്ന് പറയും. അത് കേട്ട് നറൂട്ടോയുടെ കൺട്രോൾ പോവാണ്. അടുത്ത നിമിഷം
ബൊറൂട്ടോ പതിയെ കൈ ഉയർത്തും. അത് കണ്ട് ഇപ്പൊ നറൂട്ടോ ഷോക്ക്. നറൂട്ടോ ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് അവന്റെ പപ്പയെ ഹഗ് ചെയ്യാണ്. നറൂട്ടോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. ഷിക്കമരു ദേഷ്യപ്പെടും. ഷിക്കമരുവിനാണെങ്കിൽ ചുറ്റും നടക്കുന്ന ഒന്നും മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയി ബൊറൂട്ടോട് ചോദിക്കും, സത്യം പറയും, ഇവിടെ എന്താ നടക്കണേ? നിന്റെ ദേഹത്തുണ്ടായിരുന്ന ആ വലിയ പരിക്ക് അതെവിടെ പോയി ചോദിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ഷർട്ട് അഴിച്ച് ചെക്ക് ചെയ്യും. ആ പരിക്ക് പറ്റിയ സ്ഥാനത്ത് ഇപ്പൊ മറ്റൊരു കർമ്മ പവർ അങ്ങനെ ഫോം ചെയ്തിരിക്കുകയാണ്. ഷിക്കമരു അവനോട് പറയും, ഇതുവരെ നിന്റെ പപ്പ ഇത്രയും ടെൻസ്ഡ് അടിച്ചും വിഷമിച്ചും ഞാൻ കണ്ടിട്ടില്ല. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ കണ്ണു തുറക്കും. അപ്പൊ മറ്റൊരു ഡയമെൻഷനിൽ ആ മോമോഷുക്കി അവൻ ബൊറൂട്ടോയുടെ തൊട്ട് മുൻപിൽ നിൽക്കുകയാണ്. ഇസുക്കി ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, ഇസുക്കിക്ക് സംഭവിച്ച പോലെ തന്നെയാണ് ഇപ്പൊ എനിക്കും സംഭവിച്ചത്. പക്ഷെ എന്റെ വെസലിനെ ഞാൻ വേസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് തകർന്നു പോയ മരിച്ചുപോയ ഞാൻ പുതുജീവൻ നൽകിയത്. നിന്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം തന്നെ തകർന്നു പോയിരുന്നു. ഒരുപാട് ബ്ലഡ് നിനക്ക് നഷ്ടമായിരുന്നു. അതെല്ലാം നിനക്ക് ഞാൻ തിരികെ തന്നിരിക്കുകയാണ്. എൻ്റെ കർമ്മ പവർ ഉപയോഗിച്ചാണ് നിന്നെ ഞാൻ റീജനറേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അവസാനത്തെ ആ ഒരു കർമ്മ പവർ അത് ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞു. കാരണം എനിക്കിനി കടന്നു വരാനുള്ള ഒരേ ഒരു വെസൽ നീ മാത്രമാണ്. നീ ഒരിക്കലും ഇല്ലാതാവാൻ പാടില്ല. നീ ഇല്ലാതായാൽ ഞാൻ ഇല്ലാതാവും. അത് സംഭവിക്കരുത്. എൻ്റെ ശക്തിയെല്ലാം സംഭരിച്ചാണ് ഞാൻ നിന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഒരു റിയൽ ഓട്സുസുക്കി തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നിലേക്ക് തന്നെ തിരികെ എത്തും. നീ ഇനി മെച്യൂർ ആവാൻ പോവാണ്. മെച്യൂറായി കഴിഞ്ഞാൽ കോഡ് നിന്നെ തേടിയെത്തും. തീർച്ചയായിട്ടും ടെൻടൈലിൻ്റെ ഗിഫ്റ്റായിട്ട് നിന്നെ അവൻ സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനറേഷൻ തന്നെ ആ ഒരു ഫ്രൂട്ട് സ്വന്തമാക്കി ഈ ലോകം മുഴുവൻ ഭരിക്കും. ഇത് കേട്ട് ബൊറൂട്ടോ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും കോഡിന് എന്നെ സ്വന്തമാക്കാൻ കഴിയില്ല. എന്നോടൊപ്പം എൻ്റെ ഫാദറും അതുപോലെ തന്നെ കർമ്മ പവറുള്ള ബിഗ് ബ്രദറും ഉണ്ട്. ഇല്ലാതാക്കുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അതിന് മോമോസുക്കി പറയും, നീ ഇപ്പം ഞാനാണ്, ഞാനിപ്പോൾ നീയാണ്. ഒരിക്കൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ ടേക്ക് ഓവർ ചെയ്യും. അതിനുശേഷം ഞാൻ നിന്നെ സെൽഫ് സാക്രിഫൈസ് ചെയ്യും. ഇതാ ഇപ്പം റിയൽ വേൾഡ് കാണിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ നറൂട്ടോയെ നോക്കുകയാണ്. നറൂട്ടോ ചോദിക്കും, നീ ഇപ്പോൾ ഓക്കെ അല്ലേ? അതിന് ബൊറൂട്ടോ പറയും, അതെ ഞാൻ ഓക്കെയാണ്. ആ മോമോസുക്കി അവൻ എൻ്റെ ബോഡിയിൽ നിന്ന് പോയി അവൻ്റെ തന്നെ കർമ്മ പവർ ഉപയോഗിച്ച് എന്നെ ബാക്ക് ടു നോർമൽ ആക്കിയിരിക്കുകയാണ്. ഉടനെ ഷിക്കമരു ആണെങ്കിൽ അവിടേക്ക് വന്ന് പറയും, കവാക്കി അവനിപ്പോൾ ഓക്കെയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ചുന്ദരിപ്പെണ്ണും കോഡും അവരാണെങ്കിൽ പരസ്പരം ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ചുന്ദരിപ്പെണ്ണാണെങ്കിൽ കോഡിനോട് പറയും, നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ തെറ്റി. ബൊറൂട്ടോയെ ആ മോമോസുക്കി അവൻ്റെ തന്നെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ അവർ രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അതെൻ്റെ പവറുകൾക്കും അതീതമാണ്. കവാക്കിയെ സേഫായിട്ട് എൻ്റെ കയ്യിൽ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ പവർ ലിമിറ്റർ അത് ഞാൻ ഇല്ലാതാക്കി തരും. അതല്ല ചീറ്റ് ചെയ്യാനാണ് നിന്റെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്ത കവാക്കിയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും. ഞാനിപ്പോൾ എവിടെയാ? എനിക്ക് എന്താ സംഭവിച്ചേ? എന്നെ ആരും പണിഷ് ചെയ്തില്ലേ? ഉടനെ ക്ലാസ്സിലെ പെണ്ണാണെങ്കിൽ അത് കേട്ട് ഞെട്ടി അവനോട് ചോദിക്കും, നിനക്ക് എന്തു പറ്റി? എന്താ ഉണ്ടായേ? അതിന് കവാക്കി ആണെങ്കിൽ ടെൻഷനായിട്ട് പറയും, ബൊറൂട്ടോയെ അവനെ ഞാൻ കൊന്നു. ആ ചെറുപ്പം പെണ്ണാണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. ബൊറൂട്ടോയ്ക്ക് യാതൊരു കുഴപ്പമില്ല, അവനിപ്പോഴും ഓക്കെ ആണെന്ന് പറയും. അതിന് കവാക്കി ആണെങ്കിൽ കൺഫ്യൂസ്ഡായി അവൻ്റെ കയ്യിലേക്ക് നോക്കും. അപ്പം അവൻ കാണും വീണ്ടും ആ കർമ്മ പവർ അത് അവൻ്റെ ബോഡിയിൽ തന്നെ ഉണ്ട്. ഡോക്ടർ ആമഡോ അവനാണ് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇത് വീണ്ടും എന്നിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു പവർ അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോഡ് 7 പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞത്. സോ ഞാനിപ്പോൾ ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവൻ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ ആണെങ്കിൽ അവൻ്റെ പപ്പയുടെ സ്റ്റോൺ ഫേസിൽ അങ്ങനെ നിൽക്കുകയാണ്. ബൊറൂട്ടോ കൊവാക്കിയോട് പറയും, ആ മോമോസുക്കി അവൻ അവസാനമായിട്ട് എനിക്കൊരു താക്കീത് തന്നു. എനിക്കിഷ്ടമുള്ള ഞാൻ സ്നേഹിക്കുന്ന എല്ലാം തന്നെ എനിക്ക് നഷ്ടമാകും എന്നാണ് അവൻ എനിക്ക് തന്ന താക്കീത്. അതിന് കൊവാക്കി പറയും, ഞാൻ ഒരേ ഒരാളെ മാത്രമാണ് സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ലോഡ് നറൂട്ടോ. അദ്ദേഹത്തിന് വേണ്ടി ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പോലും. ബൊറൂട്ടോ, ഒരുപക്ഷെ നീ തന്നെ ലോഡ് 7 എതിരായിട്ട് വന്നാൽ ഞാൻ നിന്നെയും വെട്ടിയെറിയുമെന്ന് പറയും. അതിന് ബൊറൂട്ടോ അവനതിന് സാസുക കൊടുത്ത ആ ഒരു ഹെഡ് ബാൻഡ് അത് തലയിൽ കെട്ടി ഇനി നമ്മൾ രണ്ടുപേരും ലോഡ് 7 പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരുപാട് കാലത്തിന് ശേഷം കൊവാക്കിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുന്നതോട് കൂടെ ഈ ബൊറൂട്ടോ സീരീസ് ഇവിടെ അവസാനിക്കുന്നു.